നമ്മളിപ്പോൾ അവിടുത്തെ ട്രയാങ്കിൾസ് എന്നും സ്ക്വയർ എന്നും റെക്റ്റാങ്കിൾ എന്നൊക്കെയുള്ള ആശയങ്ങൾ പഠിച്ചു. വീണ്ടും നമ്മൾ പഴയ പാരലൽ ലൈൻസിലേക്ക് തന്നെ വരികയാണ്. എ ബി ഇ സി അല്ലെങ്കിൽ സി ഇ എന്നീ ലൈൻസ് പാരലാണ്. അതിൽ 2 ആംഗിൾസ് നമുക്ക് തന്നിട്ടുണ്ട്. ഒന്ന് 35ഉം ഒന്ന് 20. രണ്ട് ഈ ആംഗിൾ 35 എന്നും ഈ ആംഗിൾ 35 എന്ന് തന്നിട്ടുണ്ട്. പിന്നെ താഴത്തെ ഈ സി എന്നുള്ള ആംഗിൾ 20 എന്നും തന്നിട്ടുണ്ട്. ഈ 2 ആംഗിൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? ആംഗിൾ ബി ഡി സി. ബി ഡി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുറത്തെ ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഈ പുറത്തെ ആംഗിൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? നമുക്ക് 2 ആംഗിൾസ് തന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്, നമ്മൾ ഇതിനിടയ്ക്കൂടെ ഡിയിലൂടെ എ ബിക്കും സി ഇക്കും പാരലായ ഒരു ലൈൻ കൂടെ വരയ്ക്കണം. ഓക്കെ, രണ്ട് ഈ ആംഗിൾ നമ്മൾ വരയ്ക്കുമ്പം ഇവിടെ 35 ആയിരുന്നു. ഇവിടെ 35 ആണെങ്കിൽ ഇതേണ്ട ഈ ആംഗിൾ എത്ര എന്ന് വരും? നമുക്ക് 35 എന്ന് കിട്ടും. അതേപോലെ തന്നെ ഇവിടെ സി എന്നുള്ളത് 20 ആയിരുന്നു. അപ്പോൾ അത് ഈ ആംഗിൾ നമുക്ക് എത്ര കിട്ടും? ഇതും 20 എന്ന് കിട്ടും. അപ്പം ഇത് രണ്ടും കൂടെ ചേർന്ന ഈ ഒരു ആംഗിളിനെ നമുക്ക് 35 + 20 55 എന്ന് കിട്ടും. ഇതെങ്ങനെ വന്നതെന്ന് ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. രണ്ട് എ ബി സി ഇ 2 ലൈൻസും പാരലായിരുന്നേ. അതിൻ്റെ നടുക്കൂടെ ഡിയിലൂടെ പാരലായ ഒരു ലൈൻ കൂടെ വരച്ചു. അപ്പം എ ബി, പിന്നെ ഇതിന് ഞാനൊരു എഫ് എന്ന് പേരിട്ട്, എഫ് ഡി. ആ ലൈൻസ് പാരലാണ്, അതെടുത്ത് വെക്കുക നമ്മൾ. അതിനെ ഈ ബി ഡി എന്ന് പറയുന്നൊരു ലൈന് കട്ട് ചെയ്യുകയാണ്. കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന 2 ആംഗിൾസ്, അത് രണ്ടും എന്താണ്? ഈക്വൽ ആയിരിക്കും. മറുകോണുകളായതുകൊണ്ട്, ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആയതുകൊണ്ട് ഈക്വൽ ആയിരിക്കും. ഇനി അതേ സാധനം തന്നെ താഴെ വരുന്നത് എഫ് ഡിയും ഇ സിയും. ഈ ലൈനും ഈ ലൈനും കൊണ്ട് എടുക്കുക. അതിനെ തന്നെ സി ഡി എന്നുള്ള ലൈൻ കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ ആംഗിളും ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. 20 തന്നെ വരും. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ട ബി ഡി സി എന്നുള്ള ആംഗിളായിരുന്നു. അത് നമുക്ക് എത്ര എന്ന് കിട്ടി? ബി ഡി സി എന്നുള്ള ആംഗിൾ നമുക്ക് 35ഉം 20ഉം ചേർന്നാൽ 55 എന്ന് കിട്ടി. അപ്പോൾ ഇതുപോലെ വേറൊരു ആംഗിൾ എഴുതിയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിരിക്കും. ചെയ്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കി. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത് മനസ്സിലായില്ലെന്നോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിലത്തെ അഡീഷണൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ വേണം എന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. ഞാൻ അഡീഷണൽ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു വർക്ക്ഷീറ്റ് താഴത്തെ ലിങ്കിൽ ഡ്രൈവിൻ്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് തന്നെ അത് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 2 ആംഗിൾസ് തന്നിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു ആംഗിളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 2 ആംഗിൾസ് തന്നേക്കുന്ന ഏതൊക്കെയാണെന്ന് നോക്കാം. ബി എ ഇ എന്ന് പറയുന്നത് എന്തുണ്ട്? ഈ ആംഗിൾ 30 എന്ന് തന്നിട്ടുണ്ട്. പിന്നെ അടുത്തത് എ ഇ സി എന്ന് പറയുന്നത് എന്തുണ്ട്? ഈ ആംഗിൾ 75 എന്നും തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇ സി ഡി എന്നതിൻ്റെ ഈ ആംഗിളാണ്. നമുക്ക് എ ബിയും സി ഡിയും പാരലാണ്. 2 ലൈൻസ് പാരലാണെന്നും തന്നിട്ടുണ്ട്. ഈ ലൈനും പാരലാണ്. പാരലായിട്ടുള്ള ലൈനിൽ ഇങ്ങനൊരു പോയിന്റുകൾ വരച്ചിട്ട് ഈ ആംഗിൾ തന്നിട്ടുണ്ട്, ഈ ആംഗിൾ തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ കണ്ടുപിടിക്കാനെന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? എങ്ങനെയാണ് നമ്മളത് കണ്ടുപിടിക്കാൻ പോകുന്നത്? ഈ പിക്ചർ നിങ്ങൾക്ക് ഭയങ്കര പരിചിതമാണ്. നമ്മൾ കഴിഞ്ഞൊരു ക്വസ്റ്റ്യൻ ചെയ്ത് ഓർമ്മയുണ്ടോ? അതേ പടം തന്നെയല്ലേ ഇത്? നോക്ക്, ഒന്ന് ജസ്റ്റ് ചരിച്ച് വെച്ചേക്കുന്നതല്ല ഉള്ളൂ. നമ്മൾ നോക്കിയേ, ജസ്റ്റ് ഇതിനെ ഞാൻ വീണ്ടും ഒന്ന് റൊട്ടേറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ മുമ്പത്തെ ചിത്രം പോലെ തന്നെ ആയില്ലേ? 2 ആംഗിൾസ് വന്നിട്ട് നടുക്കത്തെ ആംഗിളായിരുന്നു മുമ്പേ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നടുക്കത്തെ ആംഗിൾ വന്നിട്ട് എന്താ? 2 സൈഡിലെ ആംഗിളിൻ്റെ സമ്മാണ്. നമ്മൾ ഒരു വട്ടം ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉത്തരം കണ്ടുപിടിക്കാം. എങ്ങനെയാ? നടുക്കൂടെ ഒരു പാരൽ ലൈൻ കൂടെ വരണം. ആ നടുക്കൂടെ വരുന്ന പാരൽ ലൈൻ വെച്ചിട്ട് ഓൾട്ടർനേറ്റ് ആംഗിൾസ്, ഇത് 30 ആണെങ്കിൽ ഇവിടെ ഒരു ഓൾട്ടർനേറ്റ് ആംഗിൾ, ഈ 75നെ നമ്മൾ കട്ട് ചെയ്യുന്ന 2 ആയിട്ട് നടുക്കുന്ന ഒരു പാരൽ ലൈൻ വന്നുകൊണ്ട്, അപ്പോൾ ഈ പകുതിയായിട്ട് വരുന്ന ആംഗിൾ എത്ര? ഇവിടെ പകുതിയായിട്ട് വരുന്നത് ഈ സൈഡ് വരുന്നത് നമുക്ക് 30 എന്ന് കിട്ടും. അപ്പം മൊത്തം 75 ആണെങ്കിൽ ബാക്കി ഇപ്പുറത്ത് എത്ര ആയിരിക്കും? അത് വെച്ച് ഈ സി എത്ര ആയിരിക്കും? അപ്പോൾ അത് കണ്ടുപിടിക്കത്തില്ലേ നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചിട്ട് ആൻസർ കമൻറ്റ് ചെയ്യണം. കമൻറ്റിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ സമ്മാനം തരുന്നതായിരിക്കും. ഓക്കെ, തന്നെ ചെയ്യത്തില്ലേ ഇത്? അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം വീണ്ടും ഒന്നുകൂടെ തന്നെ ചെയ്ത് നോക്കുക. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഡേ വേറെ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. പാരൽ ലൈൻസ് വളരെ സിമ്പിളായിട്ടുള്ളൊരു പാഠമാണ്. നിങ്ങൾക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന എന്തെങ്കിലും മനസ്സിലാവുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക.